നവോത്ഥാന ശില്പോദ്യാന ക്യാമ്പ് പയ്യന്നൂരിൽ സമാപിച്ചു. This news is brought to you by പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ, ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ. കേരളത്തിലെ സാമൂഹ്യ ജീവിതത്തിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾക്ക് തുടക്കമിട്ട നവോത്ഥാന പ്രസ്ഥാനത്തിന്റെയും അതിൽ നെടുനായകത്വം വഹിച്ച നേതാക്കളുടെയും സ്മരണ നിലനിർത്താൻ കേരള ലളിതകലാ അക്കാദമി കാനായി മീൻകുഴി ടൂറിസ്റ്റ് സെന്ററിൽ സംഘടിപ്പിച്ച നവോത്ഥാന ശില്പോദ്യാന ക്യാമ്പ് സമാപിച്ചു. സമാപന സമ്മേളനം മുൻ MLA TV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ നവോത്ഥാന ചരിത്രത്തിലെ നാഴികക്കല്ലുകൾ ശില്പമായി അടയാളപ്പെടുത്തുമ്പോൾ അത് നാടിനും വരും തലമുറയ്ക്കും കലാ ആസ്വാദനത്തിനപ്പുറം ഊർജം പകരുന്നതായി വിലയിരുത്തപ്പെട്ടതായി ക്യാമ്പ്. നാട് ആഘോഷമാക്കിയ നവോത്ഥാന ക്യാമ്പിന്റെ സമാപന ചടങ്ങിൽ TV രാജേഷ് ശില്പങ്ങൾ നാടിന് സമർപ്പിച്ചു. പയ്യന്നൂർ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് സരിൻ ശശി മുഖ്യാതിഥിയായി. ശില്പികളായ രമേശൻ നടുവിൽ, ടിനു KR, സന്തോഷ് മാനസം, പ്രണവ് കാരന്താറ്റിൽ, രാജേന്ദ്രൻ എരമം, നാരായണൻ നരിക്കാംപള്ളി, ഷാജി മാടായി, അനി കാനായി, ഷൈൻജിത്ത് കുഞ്ഞിമംഗലം, ഷിനു പാടിച്ചാൽ, ഷൈജു കൃഷ്ണ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ഉണ്ണിക്കാനായി സ്വാഗതം പറഞ്ഞു. സുരേഷ് അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ കുഞ്ഞിരാമൻ മാസ്റ്റർ, രാജേഷ് കടന്നപ്പള്ളി, വിനോദ് പയ്യന്നൂർ, ബിജു പാണപ്പുഴ, VV ഗിരീഷ് കുമാർ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. സത്യൻ കാനായി നന്ദി രേഖപ്പെടുത്തി. വിവിധ പ്രദേശങ്ങളിൽ നിന്ന് സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ നിരവധി ആൾക്കാർ നവോത്ഥാന ശില്പങ്ങൾ കാണാനെത്തി. നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക. 2023 ഏപ്രിൽ 1 മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ HUID നിർബന്ധമാക്കിയിരിക്കുന്നു. 100% ആഭരണങ്ങളും HUID മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ, ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ.